ഈശ്വമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ തോബിത്തിന്റെ പുസ്തകം അധ്യായം 12 വിശുദ്ധ റഫായേൽ മാലാഖയെ കുറിച്ച് നാം ഈ നിമിഷം ചിന്തിക്കാം. ഒല്ലൂർ പള്ളി, ഒല്ലൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ന റോം എന്നറിയപ്പെടുന്ന ഈ ഒല്ലൂർ പ്രദേശത്തെ ഏറ്റവും പ്രധാനപ്പെട്ട 2 സ്ഥലങ്ങളാണ്. ഒന്ന് ഒല്ലൂർ മാലാഖയുടെ പള്ളി, രണ്ടാമതായി ഒല്ലൂർ എവുപ്രാസ്യമ്മയുടെ പള്ളി. അപ്പോൾ നമ്മളിപ്പോൾ ഒല്ലൂരിലെ സ്ഥിതിവിശേഷങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ എല്ലാം ശാന്തം, സമാധാനം, എല്ലാവരും ശാന്തവും സമാധാനവുമാണ് ഈ പ്രദേശം മുഴുവൻ എന്ന് നമുക്ക് പറയാം. ഇവിടേക്കുള്ള ഏറ്റവും ആകർഷകമായത് ഈ റഫായേൽ മാലാഖയാണ്. മാലാഖയെ കുറിച്ച് പറയുമ്പോൾ 6 കാര്യങ്ങളാണ് നമ്മുടെ ശ്രദ്ധയിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കേണ്ടത്. റഫായേൽ മാലാഖയെ കുറിച്ച് തോബിത്തിന്റെ പുസ്തകം അധ്യായം 12 പറയുകയാണ്, ഞാൻ റഫായേലാണ്, ദൈവസന്നിധിയിൽ രാപ്പകൽ പ്രാർത്ഥനകൾ സമർപ്പിക്കുകയും അത്യുന്നതിന്റെ മഹത്വത്തിന്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്ന 7 വിശുദ്ധരിൽ, വിശുദ്ധ മാലാഖമാരിൽ മുഖ്യദൂതരിൽ ഒരുവനാണ് വിശുദ്ധ റഫായേൽ. 6 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് മനസ്സിൽ റഫായേൽ മാലാഖയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഈ ഒല്ലൂർ പള്ളിയിലേക്ക് കടന്നു വരുമ്പോൾ റഫായേൽ മാലാഖ കൈനീട്ടി നിൽക്കുകയാണ് ഈ 6 കാര്യങ്ങളും നമുക്ക് നൽകുവാനായിട്ട്. ഒന്നാമതായി, എല്ലാ പ്രാർത്ഥനകളും, നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന എല്ലാ പ്രാർത്ഥനകളും ദൈവ തിരുമുൻപിൽ രാപ്പകൽ നിരന്തരം സമർപ്പിക്കുന്ന മുഖ്യദൂതനാണ് റഫായേൽ മാലാഖ. രണ്ടാമതായിട്ട്, നമ്മുടെ യാത്രകളിൽ വഴികാട്ടിയാണ് പ്രിയപ്പെട്ട റഫായേൽ മാലാഖ. മൂന്നാമതായി, വിപത്തുകളിൽ, ആപത്തുകളിൽ നമ്മെ കാക്കുന്ന റഫായേൽ മാലാഖ. നാലാമതായി, മംഗല്യ സൗഭാഗ്യം നൽകുന്ന മാലാഖ, അതായത് വിവാഹ തടസ്സം പൂർണ്ണമായിട്ട് നീക്കി വിവാഹത്തിന് മക്കളെ ഒരുക്കുന്ന മാലാഖ. അഞ്ചാമതായിട്ട്, പൈശാചിക വിപത്തുകളെ അല്ലെങ്കിൽ പൈശാചിക ശക്തിയെ ബന്ധിക്കുന്ന, തകർത്ത് കളയുന്ന, ശത്രുവിനെ തകർത്ത് കളയുന്ന മാലാഖ. പിന്നീട് കുടുംബങ്ങളുടെ വഴികാട്ടി, കുടുംബങ്ങളുടെ രക്ഷകനായ റഫായേൽ മാലാഖ. വീണ്ടും സൗഖ്യദായകനായ മാലാഖ. തോബിത്തിന്റെ പുസ്തകത്തിലെ തോബിയാസിന്റെ പിതാവിനെ തിമിരം, മറ്റു എല്ലാ സൗഖ്യം നൽകുന്ന മാലാഖ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ചിന്തിക്കാം. 7 കാര്യങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഒന്ന്, പ്രാർത്ഥനകൾ ദൈവ തിരുമുൻപിൽ സമർപ്പിക്കുന്ന പ്രിയപ്പെട്ട റഫായേൽ മാലാഖ, വഴികാട്ടിയായ മാലാഖ. 3, വിപത്തുകളിൽ സഹായിയായ മാലാഖ. 4, മംഗല്യ സൗഭാഗ്യം നൽകുന്ന മാലാഖ, പൈശാചിക വിപത്തുകളെ ബന്ധിക്കുന്ന മാലാഖ, കുടുംബങ്ങളെ സഹായിക്കുന്ന മാലാഖ. അവസാനമായിട്ട് സൗഖ്യദായകനായ മാലാഖ. ഈ മാലാഖയോട് നമുക്ക് ഒല്ലൂർ പള്ളിയിൽ ചെന്നാൽ ഈ മാലാഖയുടെ ശക്തമായ സാന്നിധ്യം, ഇന്ന് ഒല്ലൂർ ഇടവക മുഴുവനും വളരെ ശാന്തവും സമാധാനവും പ്രാർത്ഥന നിർഭരമായ ഒരു ജീവിതത്തിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. ദേശം മുഴുവൻ പ്രാർത്ഥനയിലാണ്. മാലാഖയുടെ തിരുനാളിനായിട്ട് എല്ലാ കുടുംബങ്ങളും അതിതീഷ്ണതയോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. റഫായേൽ മാലാഖയുടെ സാന്നിധ്യം, ശക്തമായ സഹായം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.